ഓം ശാന്തി 16/4/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, തൻ്റെ അവസ്ഥ നോക്കൂ. എനിക്ക് ഒരു ബാബയോട് തന്നെയാണോ ഹൃദയം കൊണ്ട് സ്നേഹമുള്ളത്, അതോ മറ്റേതെങ്കിലും കർമ്മസംബന്ധത്തിൽ ഹൃദയം ആകർഷിക്കപ്പെടുന്നുണ്ടോ? ഹൃദയത്തിൻ്റെ കണക്ഷൻ നമുക്കാരോടാണോ സ്നേഹവും വിശ്വാസവും ഉള്ളത് അവരോടായിരിക്കും ഉണ്ടാകുക. അവരുടെ ചിത്രമായിരിക്കും നമ്മളുടെ ഉള്ളിൽ പൊങ്ങി വരിക. ആവശ്യമുള്ളപ്പോൾ എന്നല്ല, എല്ലായ്പ്പോഴും നാം നോക്കണം, നമ്മുടെ മനസ്സിൽ ബാബ തന്നെയാണോ വരുന്നത്, അല്ല എങ്കിൽ മറ്റാരാണ് ഈ വരുന്നത്. ഏതെങ്കിലും വ്യക്തിയുടെ ചിത്രമാണ് എങ്കിൽ ആ വ്യക്തിയോട് എന്തുകൊണ്ട് എനിക്ക് ആകർഷണമുണ്ട് എന്നത് നോക്കണം. ശരീരത്തോടുള്ള ആകർഷണമാണോ അതോ ബന്ധത്തോടുള്ള ആകർഷണമാണോ? രണ്ടുമാവാം. ശരീരത്തിൻ്റെ ആകർഷണമാണെങ്കിൽ നാം ആത്മാവാണ് എന്നത് പ്രാക്ടീസ് ചെയ്യണം. ബന്ധത്തിൻ്റെ ആകർഷണമാണ് എങ്കിൽ ആ ബന്ധത്തിൽ ബാബയെ കാണണം. ബാബയിൽ നിന്നാണ് എല്ലാ ബന്ധത്തിൻ്റെയും രുചി നാം എടുക്കേണ്ടത്. മനുഷ്യരിൽ നിന്നാണ് ഏതെങ്കിലും ബന്ധത്തിൻ്റെ രസം അല്ലെങ്കിൽ രുചി എടുക്കുന്നത് എങ്കിൽ ആ ബന്ധത്തിൻ്റെ യഥാർത്ഥ സുഖം ബാബയിൽ നിന്ന് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ സുഖത്തിൽ നിന്ന് നാം വരാൻ പോകുന്ന പ്രത്യേകിച്ചും 21 ജന്മത്തേക്ക്, അതിനുശേഷം മുഴുവൻ കൽപ്പത്തിലേക്കും വഞ്ചിതരാകുകയാണ്. അതിനാൽ നന്നായി തൻ്റെ അവസ്ഥ ചെക്ക് ചെയ്യണം. എൻ്റെ ഹൃദയത്തിൻ്റെ കണക്ഷൻ ബാബയോട് തന്നെയാണോ, അല്ല എങ്കിൽ എവിടെയാണ് നമ്മുടെ ആകർഷണം പോകുന്നത് എന്ന്. ചോദ്യം: തൻ്റെ മംഗളം ചെയ്യുന്നതിന് ഏത് 2 കാര്യങ്ങളുടെ ചാർട്ട് ദിവസവും നോക്കണം? ഉത്തരം: യോഗത്തിൻ്റെയും ചലനത്തിൻ്റെയും ചാർട്ട് ദിവസവും നോക്കണം. ചെക്ക് ചെയ്യൂ, ഒരു ഡിസർവീസും ചെയ്തില്ലല്ലോ. സദാ തൻ്റെ ഹൃദയത്തോട് ചോദിക്കൂ, നാം എത്ര ബാബയെ ഓർമ്മിക്കുന്നു? തൻ്റെ സമയം ഏത് തരത്തിൽ സഫലമാക്കുന്നു? മറ്റുള്ളവരെ നോക്കുന്നില്ലല്ലോ. ആരുടെയും നാമരൂപത്തിൽ ഹൃദയം ആകർഷിക്കപ്പെട്ടില്ലല്ലോ. ഈ സംഗമയുഗത്തിൽ ബാബ നമുക്ക് നമ്മുടെ മേൽ ദയ കാണിക്കേണ്ടത് എങ്ങനെയാണ് എന്നത് കാട്ടിത്തരുന്നു. നമ്മുടെ മംഗളത്തിന് വേണ്ടി നാം എന്തൊക്കെ ചെയ്യണം എന്നത് ബാബ പറഞ്ഞു തരുന്നു. ഇന്ന് ബാബ പറയുന്നു, നാം ദിവസവും ചാർട്ട് നോക്കണം. പ്രത്യേകിച്ച് ഏത് കാര്യമാണ് നാം നോക്കേണ്ടത്? ആ 2 കാര്യങ്ങളാണ് യോഗവും ചലനവും. ദിവസവും നമ്മുടെ യോഗം എങ്ങനെയിരുന്നു എന്നത് നാം ചെക്ക് ചെയ്യണം. നന്നായി യോഗം ചെയ്തുവോ? യോഗത്തിൽ നമ്മുടെ അനുഭവം നന്നായിരുന്നുവോ? ആഴത്തിലുള്ള യോഗമായിരുന്നുവോ? നവീനത കൊണ്ടുവന്നിരുന്നുവോ എന്നതെല്ലാം ചെക്ക് ചെയ്യണം. ഇതിനുപരി കർമ്മയോഗം എങ്ങനെയിരുന്നു എന്നതും നോക്കണം. ചലനത്തിൽ നമ്മുടെ ചലനത്തിലൂടെ തെറ്റായ ഒരു കർമ്മവും സംഭവിച്ചില്ലല്ലോ. എന്തെങ്കിലും തെറ്റ് പറ്റുകയാണെങ്കിൽ അത് ഡിസർവീസിന് കാരണമായി തീരുന്നു. അപ്പോൾ നോക്കണം, എൻ്റെ ചലനത്തിലൂടെ ഡിസർവീസ് ഒന്നും സംഭവിച്ചില്ലല്ലോ. ഹൃദയത്തോട് ചോദിക്കണം, നമ്മൾ ബാബയെ ഹൃദയപൂർവ്വം എത്രയാണ് ഓർമ്മിക്കുന്നത്? ഇരുന്നു കൊണ്ടും കർമ്മം ചെയ്തുകൊണ്ടും. പിന്നെ തൻ്റെ സമയം വ്യർത്ഥമാക്കി കളഞ്ഞില്ലല്ലോ. സമയം ഏത് തരത്തിലാണ് സഫലമാക്കിയത്? മറ്റുള്ളവരെ ശ്രദ്ധിച്ചൊന്നുമില്ലല്ലോ. മറ്റുള്ളവരുടെ കുറവുകളെ നോക്കുന്നതിൽ സമയം കളഞ്ഞുവോ? ഇതെല്ലാം കൂടാതെ ആരുടെയെങ്കിലും നാമരൂപത്തിൽ ആകർഷിതരായോ? അത് മറ്റുള്ളവരുമാകാം, തൻ്റെ തന്നെ നാമരൂപവുമാകാം. ഒന്നിനോടും ആകർഷണമില്ലല്ലോ. ഇതെല്ലാം നാം ദിവസവും ചെക്ക് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് മംഗളം ഉണ്ടാകുന്നു. ഗീതം: മുഖം നോക്കൂ പ്രാണി ദർപ്പണത്തിൽ, പാപമെത്ര പുണ്യമെത്ര എന്ന്.
ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഒരു കർത്തവ്യവും യജ്ഞപിതാവിനെ നിന്ദിക്കുന്ന തരത്തിൽ ചെയ്യരുത്. ബാബയിൽ നിന്ന് ഏത് റൈറ്റിയസ് ബുദ്ധിയാണോ ലഭിച്ചിരിക്കുന്നത്, ആ ബുദ്ധി കൊണ്ട് നല്ല കർമ്മം ചെയ്യണം. ആർക്കും ദുഃഖം കൊടുക്കരുത്. 2. പരസ്പരം തലതിരിഞ്ഞ വാർത്ത ചോദിക്കരുത്. ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കണം. അസത്യമായതും പൈശാചികമായതും വീട് തകർക്കുന്ന തരത്തിലുമുള്ള കാര്യങ്ങളെല്ലാം വിട്ട് വായിൽ നിന്ന് സദാ രത്നങ്ങൾ വരണം. ഈവിൾ കാര്യങ്ങൾ കേൾക്കരുത്, കേൾപ്പിക്കരുത്. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മളിൽ നിന്ന് ഒരു കർമ്മവും യജ്ഞപിതാവിനെ നിന്ദിക്കുന്ന തരത്തിലായിരിക്കരുത്. അതായത് യജ്ഞത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ യജ്ഞവത്സരരെ അപമാനിക്കുന്ന തരത്തിൽ ഒരു പ്രവൃത്തിയും നമ്മളിൽ നിന്ന് ഉണ്ടാകരുത്. ബാബ നമ്മൾക്ക് ദിവസവും മുരളി കേൾപ്പിച്ച് നമ്മളുടെ ബുദ്ധിയെ ക്ലീനും ക്ലിയറും റൈറ്റിയസും ആക്കുകയാണ്. ആ ബുദ്ധി ഉപയോഗിച്ച് നല്ല കർമ്മം ചെയ്യണം, മോശമായത് അല്ല. ആർക്കും ഒരിക്കലും ദുഃഖം കൊടുക്കരുത്. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഒരിക്കലും പരസ്പരം ആവശ്യമില്ലാത്ത വാർത്തകൾ ചോദിക്കരുത്. ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് പറയേണ്ടത്. ജ്ഞാനത്തിൽ നാം അറിയേണ്ടതായി ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട്. ജ്ഞാന ചർച്ചയിലൂടെ അതിനെക്കുറിച്ച് അറിയാൻ നോക്കണം. ലൗകിക വാർത്തകളോ അല്ലെങ്കിൽ അനാവശ്യ വ്യർത്ഥമായ കാര്യങ്ങളോ ചോദിക്കരുത്. അസത്യം, പൈശാചികം അല്ലെങ്കിൽ കുടുംബം തകർക്കുന്ന തരത്തിലുള്ള ഒരു വാക്കുകളും ഒരു സംസാരവും ഉണ്ടാകരുത്. വായിൽ നിന്ന് സദാ ജ്ഞാനരത്നങ്ങൾ വരണം. അനാവശ്യ കാര്യങ്ങൾ കേൾക്കരുത്, കേൾപ്പിക്കരുത്. വരദാനം: 5 വികാരങ്ങളാകുന്ന ശത്രുവിനെ പരിവർത്തനം ചെയ്ത് സഹയോഗിയാക്കുന്ന മായാജീത്തും ജഗജ്ജീത്തുമായി ഭവിക്കട്ടെ. ഒരു വിജയി തൻ്റെ ശത്രുവിൻ്റെ രൂപം തീർച്ചയായും പരിവർത്തനപ്പെടുത്തുന്നു. താങ്കൾ വികാരങ്ങളാകുന്ന ശത്രുവിനെ പരിവർത്തനപ്പെടുത്തി സഹയോഗി സ്വരൂപമാക്കൂ. ഇതിലൂടെ അവർ സദാ താങ്കളെ സലാം ചെയ്തുകൊണ്ടിരിക്കും. കാമവികാരത്തെ ശുഭഭാവനയുടെ രൂപത്തിലും ക്രോധത്തെ ആത്മീയ ലഹരിയുടെ സന്തോഷത്തിൻ്റെ രൂപത്തിലും ലോഭത്തെ അനാസക്ത വൃത്തിയുടെ രൂപത്തിലും മോഹത്തെ സ്നേഹത്തിൻ്റെ രൂപത്തിലും ദേഹാഭിമാനത്തെ സ്വാഭിമാനത്തിൻ്റെ രൂപത്തിലും പരിവർത്തനപ്പെടുത്തൂ. എങ്കിൽ മായാജീത്തും ജഗജ്ജീത്തും ആയിത്തീരും. യഥാർത്ഥ മായയെ ജയിച്ചവർ, ലോകത്തിനെ ജയിച്ചവർ അവരാണ്. ആരാണോ 5 വികാരങ്ങളെ പരിവർത്തനപ്പെടുത്തി സഹയോഗിയാക്കി മാറ്റുന്നത്. നമ്മളുടെ ഉള്ളിലുള്ള കാമവികാരത്തെ ശുഭഭാവനയുടെ രൂപത്തിൽ പരിവർത്തനപ്പെടുത്തണം. എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവരും നല്ലതാണ്, എല്ലാം നല്ലതാണ് എന്ന് മനസ്സിലാക്കണം. ക്രോധത്തിനെ ആത്മീയ സന്തോഷത്തിലേക്ക്, ആത്മീയ ലഹരിയിലേക്ക് പരിവർത്തനം ചെയ്യണം. എത്ര നാം ലഹരിയിലിരിക്കുന്നുവോ, ആത്മീയ സന്തോഷത്തിലിരിക്കുന്നുവോ, ക്രോധം സമാപ്തമാകും. അത്യാഗ്രഹം അല്ലെങ്കിൽ ആസക്തിയെ അനാസക്ത വൃത്തിയിലേക്കും മോഹത്തെ അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റിനെ സ്നേഹത്തിലേക്കും ദേഹാഭിമാനത്തെ സ്വാഭിമാനത്തിലേക്കും പരിവർത്തനപ്പെടുത്തണം. ഇങ്ങനെ നാം പരിവർത്തനപ്പെടുത്തുമ്പോഴാണ് മായാജീത്ത് ജഗജ്ജീത്തായി തീരുന്നത്. സ്ലോഗൻ: റിയൽ ഗോൾഡിൽ എൻ്റേത് എന്ന ഭാവമാണ് മായം. അത് മൂല്യത്തെ കുറയ്ക്കുന്നു. ഇതിനാൽ എൻ്റേത് എന്നത് സമാപ്തമാക്കൂ. നാം സത്യയുഗത്തിലായിരുന്നപ്പോൾ നമ്മൾ ആത്മാക്കൾ സ്വർണത്തിന് തുല്യരായിരുന്നു. അതായത് റിയൽ ഗോൾഡ്, സത്യമായ സ്വർണമായിരുന്നു. എന്നാൽ ആ സ്വർണത്തിൽ എൻ്റേത് എന്ന ഭാവം വരുമ്പോഴാണ് അലോയ് അല്ലെങ്കിൽ മായം കലരുന്നത്.
അതിലൂടെ ആത്മാവിൻ്റെ തന്നെ മൂല്യം കുറയുന്നു. ബാബ പറയുന്നു, ഈ എൻ്റേത് എന്ന മായം ഒരിക്കലും നമ്മളിൽ വരരുത്. എല്ലാം ബാബയുടേതാണ്, എൻ്റേതായി ബാബ മാത്രം എന്ന് മനസ്സിലാക്കി എൻ്റേത് എന്ന മായം സമാപ്തമാക്കണം. ഓം ശാന്തി.